പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. ആ വാർത്ത കോഴിക്കോട് നിന്നുള്ള ഒരു കുടുംബ സംഗമത്തിൻ്റെതാണ്. 70 വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയിലേക്ക് നാട് വിട്ടുപോയ ആവുക്കൽ കുഞ്ഞബ്ദുള്ളയുടെ കുടുംബം തങ്ങളുടെ വേരുകൾ തേടി ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാദാപുരം ജാതി ഏരിയയിലെ കുടുംബ വീട്ടിലേക്കാണ് 15 പേരടങ്ങുന്ന സംഘം എത്തിയത്. വർഷങ്ങൾക്കിപ്പുറം കുടുംബാംഗങ്ങളെ കണ്ട സന്തോഷത്തിലാണിവർ. ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയ കുഞ്ഞബ്ദുള്ളയുടെ ഓർമ്മകളിൽ നിന്ന് മറവിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പ്രതീക്ഷിക്കാതെ കുറെ അതിഥികൾ ഈ വീട്ടുമുറ്റത്തെത്തുന്നത്. 70 വർഷം മുൻപ് ശ്രീലങ്കയിലേക്ക് നാടുവിട്ട ആവുക്കൽ കുഞ്ഞബ്ദുള്ളയുടെ മക്കളും കുടുംബവുമാണ് തങ്ങളുടെ വേരുകൾ തേടി കോഴിക്കോട് നാദാപുരത്തെ ജാതി ഏരിയയിലുള്ള കുടുംബ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങൾ ഇവരെ നിറകണ്ണുകളോട് സ്വീകരിച്ചു. ഇന്നലെ രാത്രി 9:30 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ശ്രീലങ്കൻ ഫാമിലി, എൻ്റെ വാപ്പാൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ളയുടെ മക്കളും, ഒരു 4 പെൺമക്കളും ഒരാണും അവരെ ഭാര്യമാരും ഭർത്താക്കന്മാരും മക്കളൊക്കെ 15 പേരാണ് വന്നത്. അപ്പോൾ അവരെ വാപ്പ അബ്ദുള്ള ചെറിയ പ്രായത്തിൽ ഒരു 10-15 വയസ്സുള്ളപ്പോൾ പിന്നെ ഒരു 75 വർഷം മുമ്പ് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോയതാണ്. 16-ാം വയസ്സിലാണ് ആവുക്കൽ കുഞ്ഞബ്ദുള്ള ശ്രീലങ്കയിലേക്ക് പോയത്. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. കുടുംബത്തെക്കുറിച്ച് യാതൊരു വിവരവും കൈവശമില്ലായിരുന്നു. പിന്നീട് ശ്രീലങ്കയിൽ സ്ഥാപനം നടത്തുന്ന വടകര സ്വദേശിനിയായ ഒരു യുവതി വഴിയാണ് ജാതി ഏരിയയിലേക്ക് ഇവർ എത്തുന്നത്. കുഞ്ഞബ്ദുള്ള ഇന്ന് ജീവിച്ചിരിപ്പില്ല. കുഞ്ഞബ്ദുള്ളയുടെ 5 മക്കളും അവരുടെ കുടുംബവും അടങ്ങിയ 15 പേരാണ് ജാതി ഏരിയയിലെ ആവുക്കൽ വീട്ടിലെത്തിയത്. കുഞ്ഞബ്ദുള്ളയ്ക്ക് ജാതി ഏരിയയിൽ 5 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നാട്ടിലുള്ള സഹോദരന്മാരുടെ മക്കൾ ചേർന്ന് ശ്രീലങ്കയിൽ നിന്നെത്തിയ അർദ്ധ സഹോദരന്മാരെ സ്വീകരിച്ചു. 14 ദിവസം ഇവിടെ താമസിച്ച് കുടുംബ വീടുകളെല്ലാം സന്ദർശിച്ച ശേഷം ഇവർ ശ്രീലങ്കയിലേക്ക് തിരിക്കും. കാത്തിരിക്കാൻ ചില മനുഷ്യരുണ്ടെന്നും കയറി ചെല്ലാൻ ഒരിടവുമുണ്ടെന്നുള്ള സന്തോഷത്തോടെയാണ് മടക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.